70 മില്യൺ പൊങ്കാല ഇടുന്നെന്നാണ് കണക്ക്. ഓരോ ജില്ലയിലും ഒരടുപ്പെങ്കിലും ഉണ്ട്. സുരേഷ് ഗോപി. 70 മില്യൺ എന്ന് പറയുമ്പോൾ 7 കോടി. 7 കോടി ആൾക്കാർ പൊങ്കാല ഇട്ടെന്ന് വെച്ചാൽ കേരളത്തിന് പുറത്തും ആളുകൾ പൊങ്കാല ആഘോഷിച്ചെന്ന് സാരം. കേരളത്തിലാകെ 3.5 കോടി മനുഷ്യരേ ഉള്ളൂ. അതിൽ തന്നെ പെണ്ണുങ്ങൾ എടുക്കുമ്പോൾ അതിൽ നിന്നും കുറയും. എൻ്റെ അറിവിൽ ആട്ടുകാൽ പൊങ്കാല എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് മാത്രം ആഘോഷിക്കപ്പെടുന്ന ഒരു പരിപാടിയാണ്. വർഷങ്ങളായിട്ട് തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് വെളിയിലൊരിടത്ത് പോയിട്ട് പൊങ്കാലയുടെ ദിവസം അവധിയില്ല എന്ന് ചോദിച്ചിട്ട് പൊങ്കാല വാങ്ങിയതിൻ്റെ അനുഭവം എനിക്കുണ്ട്. അപ്പോഴാണ് പൊങ്കാലയെ ഒരു നാഷണൽ ഉത്സവമാക്കി മാറ്റിയ വിവരം വെളി വരുന്നത്. എന്നാലും ആ കണക്ക് അങ്ങനെയാവാൻ യാതൊരു വഴിയില്ലല്ലോ. കഴിഞ്ഞ വർഷം പൊങ്കാല കഴിഞ്ഞ് തിരുവനന്തപുരം കോർപ്പറേഷൻ ശേഖരിച്ചത് ഏകദേശം 1,03,000-ഓളം കല്ലുകളാണ്. ഒരടുപ്പിന് 3 കല്ലാണ് യൂഷ്വലി പൊങ്കാലയ്ക്ക് വെക്കാറുള്ളത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 34,300 സംതിങ് അടുപ്പ് വരും. അതിൽ നിന്ന് എടുക്കാൻ പറ്റാത്ത കല്ലുകൾ ഒഴിവാക്കിയാലും 1,00,000-ഓളം കല്ല് നമുക്ക് റൗണ്ട് ചെയ്ത് കണക്കാക്കാം. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ വനിതകൾ കൂടുന്ന ഉത്സവം എന്ന പേരിൽ പണ്ട് ഗിന്നസ് റെക്കോർഡ് കിട്ടുമ്പോൾ 15 ലക്ഷം വനിതകളാണ് അന്ന് പൊങ്കാല ഇട്ടത്. കോവിഡിന് ശേഷം ഈ കണക്ക് വീണ്ടും താഴോട്ട് പോയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോഴാണ് 7 കോടി എന്നൊക്കെ. ഇനി ഇയാൾക്ക് നാട്ടിൽ കിട്ടുന്ന പൊങ്കാലയുടെ കണക്കാണ് 7 കോടി. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. എന്തായാലും ആഴ്ചയിൽ ഓരോ ഫണ്ട് വെച്ച് ഗോപിജിയുടെ കിട്ടുന്നത് കൊണ്ട് നാട്ടിൽ മനുഷ്യർ ഡിപ്രഷനൊന്നും ഇല്ലാതെ കളിച്ചിരിച്ച് ജീവിക്കുന്നു.